വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരു പുതിയ വീഡിയോ ഞങ്ങൾ വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കാണിച്ചാൽ കുറച്ച് ദിവസം പണിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു കുറ്റിക്കാട്ടിലാണ് പോയി നിൽക്കുന്നത്. മാത്രമല്ല ഞങ്ങൾക്കതൊരു സ്ഥലം കിട്ടിയില്ല. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് കുറേ പണികൾ നടക്കുന്നത് കൊണ്ട് അവിടെ ഇവിടെ ഞങ്ങൾക്ക് പോയി എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ക്യാമറയുടെ വീഡിയോ എടുക്കാൻ സ്പേസ് കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയത് കേട്ടോ. സ്വാഗതം. പോകാം. ഞാൻ ഒരു പൊട്ട സൈക്കിളിനെ കാണിച്ചു തരാം. കേട് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ എൻ്റെ പഴയ സൈക്കിളാണ്. അത് ഭയങ്കര കേട് വന്നിരിക്കുകയാണ്. ചങ്ങലൊന്നും എന്താ പറയുക ഓടുന്നില്ല. അപ്പം അതിനെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സൈക്കിള്. ചെറിയ സൈക്കിളാണ്. എൻ്റെ 1ാം ക്ലാസ് 2ാം ക്ലാസ് സമയത്ത് വാങ്ങിയതാണ്. ഇപ്പം ഞാൻ 6ാം ക്ലാസ് എത്തിയല്ലോ. കേട്ടോ, പൊട്ട സൈക്കിളാണ്. എൻ്റെ ചങ്ങല കറങ്ങില്ല. അത് കണ്ടോ, കുഞ്ഞു കാലെടുക്ക്. ടൈറ്റാണത്. അത് ഇത്രയാണ് അത് പോവുള്ളൂ. അത് പോവില്ല. പിന്നെ അത് ഞാൻ ഇന്നലെ കുറേ എണ്ണയൊക്കെ ഞങ്ങൾ തേച്ച് നോക്കിയില്ലേ. ഒരുപാട് എണ്ണ തേച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. ഞങ്ങളതിനെ ഉപേക്ഷിച്ച് കളഞ്ഞു. ഉപേക്ഷിക്കാൻ നല്ല ആഗ്രഹമുണ്ട് അത് ഓടിക്കാനായിട്ട്. കാരണം നമുക്ക് ഓടിക്കാൻ വേറെ സൈക്കിൾ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അത് ഓടിക്കണമെന്നും ഇഷ്യൂനും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ എണ്ണ തേച്ചത്. പക്ഷേ അത് വർക്കായില്ല. ഞങ്ങൾ നിങ്ങൾക്കൊരു അടിപൊളി പോപ്പി എന്നൊക്കെ പറയില്ല, ആ ഒരു ഫ്ലവറിനെ കാണിച്ചു തരാം കേട്ടോ. 3 എണ്ണം ഉണ്ട് എൻ്റെ വെറൈറ്റി കളേഴ്സ്. അല്ല, 2 എണ്ണം ഒരു കളറാണെന്ന് തോന്നുന്നു, 1 വേറെ കളറാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ കാണിച്ചു തരാം. കമോൺ, ഇത് ഇവിടെ ഉണ്ട്. കണ്ട് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഈ കളറാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമായത്. ഇത് അന്നുണ്ടായി വാടി പോകുന്നതാണ്. പക്ഷെ ഇത് ഭയങ്കര കുറേ ദിവസം നിന്നിട്ടാണ് വാടുന്നത്. ഒരാഴ്ചയൊക്കെ നിന്നിട്ടുണ്ടാകുന്ന തോന്നുന്നു. പിന്നെ അടുത്തത് ഇതാണിത്. പിന്നെ എനിക്ക് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുള്ളൂ. കാരണം അത്രയ്ക്ക് വലുതൊന്നുമല്ല. പക്ഷെ ഇത് നല്ല വലുതാണ് മറ്റേത്. പക്ഷെ ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എല്ലാതും ഒരുപോലെ ഭംഗിയുണ്ട്. പിന്നെ ഇതാണ് മറ്റേതുമാണ് സെയിം. പക്ഷെ ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള. കാരണം ബ്യൂട്ടിഫുൾ. ഇത് കണ്ടോ, ഇതൊക്കെ അന്നുണ്ടായതാണ്. പക്ഷെ ഇത് വാടി പോകുന്നില്ല. ഒരുപാട് ദിവസമായി. ഇവരൊക്കെ ഒരുപാട് ദിവസമായിട്ടുണ്ട്. ഇതുണ്ട് അതുപോലെ. പിന്നെ കണ്ടോ, മൊട്ട് ഉണ്ടായിട്ട് പുതിയത് വരുന്നുണ്ട്. ആ സമയത്താണ് ഇത് വാടാൻ തുടങ്ങിയത്. ഇത് വിരിഞ്ഞിട്ടാണ് ഇത് വാടാൻ തുടങ്ങിയത് കേട്ടോ. അടിപൊളി ഫ്ലവറാണ്. പിന്നെ ഇതുണ്ട്. ഇത് എന്തിൻ്റെയാന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ വിരിഞ്ഞിട്ടില്ല. ഇതൊരു ലോട്ടസ് പോലത്തെ ഒരു പൂവാട്ടോ. എന്ത് പൂവാന്ന് പേരൊന്നും എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്കറിയാം ഇതിൻ്റെ പേരത്. ഇത് റോസാപ്പൂവാണ്. റോസാപ്പൂവാ? ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് റോസാപ്പൂവാണ്. ഇത് കണ്ടെയ്നർ റോസ് എന്ന് തോന്നുന്നു. നല്ല മണമുണ്ട്. സ്മെല്ല് ഉണ്ടാക്കട്ടെ കേട്ടോ. സ്മെല്ല് കുറച്ചുള്ള എന്നാലും നല്ലോണം ഉണ്ട്. കുഴപ്പമില്ലാത്ത സ്മെല്ലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു റോസാപ്പൂവാണുള്ളത്. ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഞങ്ങളെ വീട്ടിലത്തേക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ട്, ഒരു പ്രകൃതി ഭംഗിയൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചു. പിന്നെ കണ്ടോ, ഇവിടെ നിറയെ കാടായിരുന്നു. ഏകദേശം ഈ ഒരു ഹൈറ്റിൽ വരെയൊക്കെ ഇത്ര ഹൈറ്റിലൊക്കെ വരെയൊക്കെ കാടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇവിടെ ഇന്നലെ വന്നിട്ട് അയാൾ വെട്ടിയിട്ടിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കാരണം ഇതിപ്പോഴാണ് നല്ല വൃത്തിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല പാമ്പെന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. ഇനി നമുക്ക് അടുത്ത ഫ്ലവർ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയാലോ. മഞ്ഞപ്പൂക്കളായിരുന്നു. ഒരു സ്ഥലം പോലും ഇല്ലാതെയായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ടൊക്കെ നമ്മളിവിടെ കുറച്ച് ഫ്രൂട്ടൊക്കെ ഉണ്ടല്ലേ, കഴിക്കാത്ത കുറച്ച് ഫ്രൂട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതിനെയും കൂടി കാണിച്ചു തരാം അല്ലേ. നമുക്ക് പോവാം. ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഫ്രൂട്ട്സിൽ നിന്ന് തുടങ്ങാമെന്ന്. കാരണം ഫ്രൂട്ട്സിൽ നിന്നും ഫ്രൂട്ടല്ല കേട്ടോ, ഫ്ലവറിൽ നിന്നും ഫ്രൂട്ടിലേക്ക് തുടങ്ങാൻ വിചാരിച്ചു. ഞങ്ങൾ ആദ്യം തന്നെ ഫ്ലവറാണ് കാണിച്ചത്. പക്ഷെ ഇതിനകത്ത് അത്രയ്ക്ക് വലിയ ഫ്ലവറോ അല്ലെങ്കിൽ ഫ്രൂട്ടൊന്നും ഇല്ല. കണ്ടോ, അത്രയ്ക്ക് വലിയ ഫ്ലവറും ഫ്രൂട്ടൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് വലിയതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ഫ്ലവറും ഫ്രൂട്ടും പറയാനറിയില്ല. അറിയാം, അത് നാവുന്നതായതാ. നമുക്ക് ആയുന്നതിന് ശംഖുപുഷ്പത്തിൽ നിന്നും തുടങ്ങാം. ഇവിടെ അടുത്തൊരു ശംഖുപുഷ്പാട്ടോ. കണ്ടോ ശംഖുപുഷ്പം കിട്ടുന്നുണ്ടോ വീട്ടില്?
അത് ഇവിടെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഫ്ലവർ ഇത് കണ്ടോ ഇത് ഇനി പറിക്കണ്ട. ഇതിന്റെ ഇടയിലുണ്ട്. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് ഇടയ്ക്ക് പറയാം. കാരണം ഇത് നിറയെ ഉണ്ടാവലുണ്ട്. ചിലപ്പോൾ ഇത് ഫുള്ളൊക്കെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. നമുക്ക് അടുത്ത ഫ്ലവറിനെ കൺസിഡർ. അടുത്ത ഫ്ലവർ ഇതാണ്. ഇത് ഞാൻ തെറ്റിക്കുള്ള ഫ്ലവർ ഉണ്ടോ? ഇത് നല്ല മഞ്ഞ കളർ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അപ്പോൾ ഇത് ഇന്നാകെ രണ്ടെണ്ണം ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസം ഒരു 3 എണ്ണമൊക്കെ ഉണ്ടാവാറുണ്ട്. കണ്ടോ ഈ സൈഡ് കണ്ടോ, ഇത് ഉണങ്ങി പോകുന്നതാണ് വേഗം. കണ്ടോ ഇതൊക്കെ ഉണ്ടാവാതിരിക്കുന്നതിൻ്റെ മൊട്ടുകളാണ് ഈ കാണുന്നതൊക്കെ. മാത്രമല്ല ഈ ഫ്ലവർ ഒരു 11 വൈകുന്നേരം ആകുമ്പോഴേക്കും, ഒരു ഉച്ചയൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ഇത് വാടിപ്പോകും. അപ്പോൾ അതാണ് ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത. നമുക്ക് ഇനി ഇവിടെ പനിക്കൂർക്കുണ്ട്, ഒരു പപ്പായയുടെ തൈ ഉണ്ട്, അതുപോലെ തന്നെ ഇത് എന്ത് പോവാന്ന് എനിക്കറിയില്ല. ഒരു മഞ്ഞ കുഞ്ഞ് ഫ്ലവറില്ലേ, ആ ഒരു കാട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അതിന്. അങ്ങനത്തെ ഒരു ഫ്ലവറിൻ്റെ വലുത് അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന തോന്നുന്നു. അങ്ങനെ അതിനകത്ത് അങ്ങനെ ഉണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. ഇതിനകത്ത് അവിടെ തെച്ചുണ്ട്, തെച്ചുകൾ. പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ല. ഇത് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇപ്പം ഉണ്ടായിട്ടില്ല. അത് നമുക്ക് ഉണ്ടായത് അപ്പുറത്തുണ്ട്, കാണിച്ചു തരാം. കോഴി. പിന്നെ ഇതാണ്ട് ഇവിടെ പിങ്ക് തെച്ചി. ഇനി ഇതെന്താ, ഇതിൻ്റെ മരം ഇഷുന് നേരത്തെ തന്നെ തെറ്റിച്ച ഇതിൻ്റെ മരം. ഇത് ഏത് മരമാണ്? റോസ്. ഇതിൽ പൂവായിട്ടുണ്ടായിട്ടില്ല, ഉണ്ടാവുന്നതാണത്. അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ, ഇതിനകത്ത് മേലെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെടി നോക്കാം അല്ലേ. ഫ്രൂട്ട് മിക്സ്ഡ് ആയിരിക്കും കേട്ടോ കാണിക്കുക. മിക്സ്ഡിന് മുമ്പ് ഒരു സാധനം കാണിക്കാണ്ട്. ഇത് കണ്ടോ പടർന്ന് അങ്ങ് പോയിരിക്കുന്നത് അവോക്കാഡോയാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് അവോക്കാഡോയാണ്. ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങ് എത്തി റബ്ബറിനെക്കാട്ടും മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മ കഴിക്കുകയാണ്. ഇഷ്യൂ ഫുള്ള് ശങ്കോഷം പഴക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്ക് ഒരുപാട് തിരക്കുണ്ട്. എനിക്ക് 12 മണിക്ക് വരെ സ്ഥലത്ത് പോകണം. ഇപ്പോൾ തന്നെ 14 കുളിച്ച് റെഡി ആവണം. ഒരുപാട് പണിയുള്ള ദിവസമാണ്. ഇത് നല്ല ഞങ്ങളുടെ വീട്ടിൽ റംബൂട്ടാനും കൂടി കാണിച്ചിട്ട് ഞാൻ നിർത്താം. റംബൂട്ടാന് 2 മരമുണ്ട്. പിന്നെ ഇതിൻ്റെ നല്ലൊരു മരമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഞാവൽപ്പഴത്തിന് 2 മരമുണ്ട്. ഒരുപാടുണ്ട്. പക്ഷെ മാത്രമല്ല ഒരുപാട് ചെമ്പരത്തിയാണ്. അവിടെയൊക്കെ നിറയെ ചെമ്പരത്തിയാണ്. പക്ഷെ അതൊന്നും കാണിക്കാനുള്ള സമയമില്ല ഇപ്പോൾ. കാരണം ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. അതിന് മുമ്പ് ഇത് കാണിക്കില്ല, റംബൂട്ടാൻ കാണിക്കണ്ടേ. ഇതാണ് കേട്ടോ റംബൂട്ടാൻ്റെ ചെടി. ഇതുണ്ടോ, അത് റംബൂട്ടാൻ്റെ ചെടിയാണ്. അതിന് മുന്നേ തന്നെ 4 പഴം ഉണ്ടല്ലോ, അത് ഞാവൽപ്പഴമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം കേട്ടോ.